Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. മൈദ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് വൈകുന്നേരത്തെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പിലും കുറവായിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തികച്ചെടുത്തിട്ടില്ല. ഇതിലേക്ക് ഇനി ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്. അപ്പോൾ സവാളയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ സവാള കുറച്ച് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോരുത്. കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു കളറും ഉണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതേപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളടുത്ത് മല്ലിയില ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി അടച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് കോരിയിട്ട് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ബോൾസ് ആക്കണമെന്നില്ല. കൈ കൊണ്ട് തന്നെ കുറേശ്ശെ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. ഉള്ളൊക്കെ നന്നായിട്ട് നമ്മളിപ്പോൾ ചെറിയ ബോൾസാണ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. തിരിച്ച് മറിച്ച് വിട്ടിട്ട് എല്ലാ സൈഡും നല്ലൊരു കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. ചായ ആവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്